ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻക്വയറിയാണ്. എൻ്റെ 24 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു എൻക്വയറിൻ്റെ അവസ്ഥയാണ് ഇന്ന് കിട്ടിയ ഒരു എൻക്വയറിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ഒരു കോഴ്സിൻ്റെ ഫീസ് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുട്ടി മെസ്സേജ് ചെയ്ത് എനിക്കൊരു കോഴ്സിൻ്റെ ഫീസിനെ കുറിച്ചിട്ട് അറിയണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ കുട്ടി പറയാണ്, ഈ കോഴ്സിൻ്റെ ഫീസ്, ഈ കോഴ്സ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ എന്നാണ് പലരും പറയുന്നത് എന്നാണ് മറ്റൊരു സംസാരം വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് IT അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ IT അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് കോഴ്സുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിന് ഒരു വർഷമുള്ള കോഴ്സുണ്ട്, 6 മാസത്തുണ്ട്, 1 വർഷത്തുണ്ട്. ഇതിൽ തന്നെ IT കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുണ്ട്, IT കോഴ്സുകളുണ്ട്, അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ IT കോഴ്സുകളുണ്ട്, അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുണ്ട്, TTC കോഴ്സുകളുണ്ട്. ഇതെല്ലാം ഇതിൽ തന്നെ പെട്ടതാണ്. പക്ഷേ നമുക്ക് എന്താണ് ആവശ്യം, എനിക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ എന്തിനാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണ് സാധാരണഗതിയിൽ ഒരാൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള, നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കിട്ടുന്ന കോഴ്സുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഏത് അക്കാഡമി തിരഞ്ഞെടുക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും കോഴ്സുകളുടെ പേരെല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, എല്ലാ ചെറിയ സ്ഥാപനങ്ങളും വലിയ സ്ഥാപനങ്ങളും എല്ലാം അത് ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള കോഴ്സ് തന്നെയാണിത്. പക്ഷേ നമ്മളോട് ചെയ്ത് കഴിഞ്ഞ ആളോട് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊന്നും ജോലി കിട്ടിയിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്ക് നടന്നിട്ടില്ല, അതുകൊണ്ട് ആ കോഴ്സ് പോരാ. അല്ല, ആ കോഴ്സ് പോരാത്തത് കൊണ്ടല്ല, നമ്മളെടുത്താണ് അതിൻ്റെ പ്രോബ്ലം ഉള്ളത്. അത് നമ്മളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായിരുന്നോ, ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ആ കോഴ്സ് ചെയ്തത്, ഇതാണ് പ്രോബ്ലം. എന്നിട്ടോ ഇത് എവിടെ നിന്ന് ചെയ്തു ഈ കോഴ്സ്, അത് അടുത്ത പ്രശ്നം. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമാണ് കോഴ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് കിട്ടേണ്ടത്. എന്തുകൊണ്ട് ഞാൻ ഈ കോഴ്സ് ചെയ്യണം? ഞാനൊരു കോഴ്സ് ചെയ്യണം എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അയാൾ ആദ്യം തീരുമാനിക്കേണ്ടത് എൻ്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആ കോഴ്സിലുണ്ടോ, അത് നടത്തുന്ന സ്ഥാപനത്തിൽ എനിക്ക് വേണ്ടത് തരാൻ കഴിവുള്ള സ്ഥാപനമാണോ, ആ സ്ഥാപനത്തിന് എത്രത്തോളം ക്യാപ്പബിലിറ്റി ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അതിന് പറ്റിയ ആളുകളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യും, നമ്മൾ CRM-ലും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കും, ഇന്ന കോഴ്സിൻ്റെ ഫീസ് എന്താണ്. നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ചാൽ അവർ ഫോണും എടുക്കില്ല, അവർക്ക് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാൻ നിന്ന് അവർക്കത് കേൾക്കാനുള്ളൂ. ആകെ അറിയേണ്ട കാര്യം ഫീസ് എന്താണ്, ജോലി കിട്ടുമോ എന്നുള്ളത് മാത്രമാണ്. ജോലി എന്ന് പറയുന്ന ഒരു സാധനം ആരും റെഡിയാക്കി വെച്ചിട്ടില്ല, ഒരു സ്ഥാപനവും റെഡിയാക്കി വെച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം, നിങ്ങൾ നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ സ്കില്ല് എത്രത്തോളം ഡെവലപ്പ് ആകുന്നുവോ അതിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ. അല്ലാത്ത ഒരാൾക്കും ജോലി കിട്ടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ലോക സത്യമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് സൗജന്യമായി തന്ന, ഫ്രീ ആയി തന്ന ആ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ. അത് കിട്ടണമെങ്കിൽ ചില ആളുകൾക്ക് 3 മാസത്തെ കോഴ്സ് ചെയ്താൽ തന്നെ അതിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾക്ക് 6 മാസത്തെ കോഴ്സ് ചെയ്താൽ സാധിക്കും. ചില ആളുകൾക്ക് 1 വർഷത്തെ കോഴ്സ് ചെയ്താൽ സാധിക്കും. ചില ആളുകൾക്ക് ആ 1 വർഷം കൊണ്ടും സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ
അടിത്തട്ടിൽ അവരുടെ അടിത്തറയിൽ ഒരുപാട് മലിനസമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം വർഷങ്ങൾ കൊണ്ടുണ്ടായ പ്രോബ്ലംസ് ആയിരിക്കും. ഇതിനെല്ലാം മാറ്റി അവരുടെ ആ പഴയ കോൺഫിഡൻസ് ലെവലിലേക്ക് അവർ വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് അത്രയും. അത് ഒരു കോഴ്സിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ കുറ്റമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ കോഴ്സ് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആദ്യം നമ്മളുടെ ഫൗണ്ടേഷൻ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ടോ, ലൈഫ് സ്കിൽസ് കോഴ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നും അതിനുള്ള പ്രാക്ടിക്കൽ സെക്ഷനുകളുണ്ടോ എന്നും അതിന് ഏബിൾ ആയിട്ടുള്ള അതിന് കാപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണോ അവിടെ പഠിപ്പിക്കുന്നതെന്നും അതിന് നല്ല അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടോ എന്നും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കോഴ്സിനെയും ഫീസിനെയും തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പൈസ കൊടുത്താലും നമുക്ക് ഉപകാരമില്ലാത്ത ഒരു വസ്തു വാങ്ങി വെക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും നഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു സാധനം വാങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു കോഴ്സ് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ അതിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് ഫീസ് എത്രയാണ്, കോഴ്സ് ഏതാണ്, ഇന്ന കോഴ്സിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയാണ്: നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് IT അക്കാഡമി ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ആര് എന്ത് കാര്യത്തിന് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് സാധിക്കാത്തതാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ പറയും അത് ഞങ്ങളെ കൊണ്ട് സാധിക്കാത്തതാണ്, നിങ്ങളുടെ പ്രോബ്ലം ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. എന്നാൽ അതിനാഗ്രഹിച്ച് വരുന്നവരും അതിന് തയ്യാറായി വരുന്നവരും എനിക്ക് ഇന്ന കോഴ്സ് ചെയ്തതിന് ശേഷം എനിക്ക് എന്ന പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇന്ന് എല്ലാവർക്കും ജോലി ലഭിച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണിക്കുന്ന ഗിമ്മിക്കുകളും അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന കോപ്രായങ്ങളും കണ്ടിട്ട് ആ കുറച്ച് സമയം ഒരു വാവ് ഫീലിങ്ങോട് കൂടിയിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ചെലവഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റിപ്പോയി എന്നുള്ളതാണ് അതിനർത്ഥം. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും അതേ പ്രശ്നവുമായി നിൽക്കുന്ന ആളുകൾ. ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. ഈ ലോകത്ത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനുമുണ്ട്. അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അത് കണ്ടെത്തലാണ് നമ്മളുടെ കഴിവ്. അത് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ ആവശ്യമായുള്ള സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊരിക്കലും ഒരാൾക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതിന് നമ്മളെ കൈപിടിച്ചുയർത്താൻ പറ്റിയ ആളുകൾ തീർച്ചയായിട്ടും വേണം. ആ ആളുകൾ ഈ കോഴ്സ് ചെയ്യുന്ന സ്ഥലത്തുണ്ടോ എന്നും ആ സ്ഥാപനത്തിന് എത്രത്തോളം ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നും അവിടെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട് എന്നും ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ചില കുട്ടികൾ നമ്മളെടുത്ത് വരും, ഞാൻ ഇന്ന കോഴ്സ് കഴിഞ്ഞ ആളാണ്, MBA കഴിഞ്ഞതായിരുന്നു, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഇത് MBAൻ്റെ കുഴപ്പമല്ല സഹോദരന്മാരെ, അല്ലെങ്കിൽ സഹോദരികളെ, ഇത് സത്യത്തിൽ നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ഉദ്ദേശിച്ച ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും നമ്മളുടെ അടിത്തട്ടിലുള്ള നമ്മൾ ചെറിയ കുട്ടിയായ അന്ന് മുതൽ ഇന്ന് വരെ 20 വയസ്സാണെങ്കിൽ ആ 20 വയസ്സ് വരെ ആ 20 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും അനന്തരഫലമായിട്ട് നമ്മളിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ മുകളിൽ ചളി വന്ന് മൂടപ്പെട്ട ആ പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് നമ്മളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് അതിനെ എടുത്തു മാറ്റാനുള്ള ആദ്യത്തെ സൊല്യൂഷൻ അതിലുണ്ടോ എന്നാണ് നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യേണ്ടത്. ഞങ്ങൾ കൊടുക്കുന്ന ഓരോ കോഴ്സിനും ഞങ്ങൾ അതാണ് ആദ്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പല കോഴ്സുകളും ഓരോ കോഴ്സുകൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. 3 മാസത്തെ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് ആ 3 മാസം കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പൊസിഷൻ അല്ല 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത്. 6 മാസത്തെ കോഴ്സ് കഴിയുന്നവർക്കല്ല ഉള്ള ആളുകളല്ല 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിലെല്ലാം ഓൺലൈനും ഓഫ്ലൈനും പ്രോഗ്രാമുകളുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ വ്യത്യാസമുണ്ട്, ഓഫ്ലൈൻ ആകുമ്പോൾ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ദ ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ആ ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച പൊസിഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആകുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം തേടാൻ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏത് സമയത്തും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, അല്ല വെറുതെ ഒരു ഫീസും ഒരു കോഴ്സിൻ്റെ പേരും കണ്ടിട്ടാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സമയവും സമ്പത്തും നിങ്ങൾ വെറുതെ ചെലവാക്കരുത്. അത് അമൂല്യമായിട്ടുള്ള നിധിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.